ഒന്നോ, ഞാനിതെങ്ങോട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്? ഇതേതാണ് ഈ സ്ഥലം? ഞാനിപ്പോ നിലത്ത് വീഴുമോ? ഞാൻ എണീറ്റ്. ഇതെന്തായിരിക്കും സംഭവിച്ചത്? ഇതേതാ സ്ഥലം? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ശരീരം ആകെ മൊത്തം എനിക്ക് പൊള്ളുന്നു. എനിക്ക് എത്ര വേഗം ഒരു മനുഷ്യനെ കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്റെ ബോധം പോകും. എന്നെ ആൾക്കാർ തിരിച്ചറിയും. എനിക്ക് എത്രയും വേഗം എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ടുപിടിക്കണം. എനിക്ക് ചാടട്ടെ. ഇല്ല, ചാടുന്ന എന്റെ പവർ പോയി. ഞാൻ നിലത്ത് വീണു. പിന്നെയും എന്റെ പവർ ഇതാ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഒരു 2 പേരെങ്കിലും കഴിച്ചില്ലെങ്കിൽ എന്റെ ശരീരത്തിന് എന്നെ താങ്ങാനാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോയി കേറണം. എന്തെങ്കിലും ഒരു സാധനത്തിൽ കേറിയേ പറ്റുള്ളൂ. ഇതെവിടെയാണ്? റോഡിൽ ഇതാ ഒരു കാറ് കിടപ്പുണ്ട്. ആ കാറ് കണ്ടിട്ട് കറക്റ്റാണ്. എനിക്കതിന്റെ മേത്ത് കേറാം. അതാവുമ്പോ ഈ കാറ് എന്റെ കൺട്രോളിലായിരിക്കും ഫുള്ള്. എത്രയും വേഗം ഞാൻ എന്റെ ബോഡീനെ അതിനകത്തേക്ക് കേറ്റട്ടെ. എനിക്ക് കിട്ടി, പവർ കിട്ടി. ഈ കാറിലേക്ക് ഞാൻ മാറി. ഇനി എനിക്ക് എത്രയും വേഗം പോയിട്ട് ഒരാളെ കണ്ടുപിടിക്കണം. ഈ റോഡിൽ ഇനി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം എന്റെ ഇരകളാണ്. എത്ര നേരമായി ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഈ രാത്രി ആയത് കൊണ്ട് തന്നെ ഇതേതവനാടാ റെഡ് ലൈറ്റ് ഒക്കെ ഇട്ട് വന്നേക്കണത്. ഇനി ഇതുപോലെ ടാക്സിക്കാരാണോ വെള്ളക്കളറാണോ തോന്നുന്നു. ചെന്ന് നോക്കട്ടെ. എന്ത് പറയാനാണേ, ഒരു ഡോക്ടറായി പോയതിന്റെ പ്രശ്നങ്ങൾ. ഏത് പാതിരാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാൽ പോയല്ലേ പറ്റുള്ളൂ. വെയിറ്റ് നോക്കട്ടെ. ഈ കാറിനകത്ത് ആരുമില്ലല്ലോ. ഒരു കാറ് ഒറ്റ കോടി വന്നേക്കണ. ഇപ്പൊ ഇതെന്തോ പ്രശ്നമുണ്ട്. ഇവിടെ നോടി രക്ഷപ്പെടാം. ഇവിടെ നിക്കണ്ടത് എന്റെ പുറകെ വന്യ എന്നെ കൊന്ന് ഇടിപ്പിക്കല്ലേ. ഇതെന്താണ് ഈ കാറിന്? എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ ആഗ്രഹം സഫലമായി. എനിക്ക് ഈ കാറിൽ കയറിയത് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ രൂപം പുറത്ത് കാണിക്കാതെ തന്നെ ഈ കാറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് ഇനിയുള്ള കാലം മുഴുവനും ജീവിക്കാം. The next morning. നീ വല്ലതും അറിഞ്ഞ? ഇത് രാവിലെ വന്ന് ഒച്ചേമ്പേളൊക്കെ ഉണ്ടാക്കണേ. ഫ്രാങ്ക്ലിന്, നമ്മുടെ അപ്പുറത്തെ ലൈനിൽ താമസിക്കുന്ന ഡോക്ടറില് ആ പുള്ളിനെ ഇന്നലെ എവിടെയൊക്കെയോ ആരൊക്കെയോ തട്ടിക്കൊണ്ട് പോയെന്ന് തോന്നണ ഫ്രാങ്ക്ലിന്. പുള്ളി മിസ്സിംഗ് ആണ്. ഇതുവരെ ഒരു അറിവ് പോലും കിട്ടിയിട്ടില്ല ഫ്രാങ്ക്ലിന്. എന്ത് നമ്മുടെ ഡോക്ടറിനെ കാണാനില്ലെന്നോ? ഞാൻ ഇന്നലെ കൂടി പുള്ളിനെ കണ്ടതാണല്ലോ വഴിയിൽ വെച്ചിട്ട്. പുള്ളിയപ്പോ ഹായും പറഞ്ഞതാണ്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. വൻ ചെക്കിംഗ് ആണ്. പുള്ളിനെ കണ്ടെത്തുന്നാ പറയണത്. ഞാൻ എന്തായാലും പോയി ഇതെല്ലാരും അറിയിക്കട്ടെ. അപ്പൊ ശരിയാണോ ഫ്രാങ്ക്ലിൻ? എന്നാലും നമ്മുടെ ഡോക്ടർ എവിടെ പോയി? ഞാൻ ഇന്നലെ കണ്ടതാണല്ലോ. ഇപ്പൊ ചിലപ്പോ വല്ല ടെൻഷനായിട്ട് നാട് വിട്ടു പോയിട്ടുണ്ടോ? ആരോടും പറയാതെ. ചിലപ്പോ ഇത്തിരി ആള് മാറി നീയുമ്പോ തിരിച്ചെല്ലാം വരുമായിരിക്കും. നോക്കാം നമുക്ക് എന്താണെങ്കിലും. അയ്യോ, ഷിൻചാൻ എണീപ്പിക്കട്ടെ. ഇവന് ഇന്ന് സ്കൂളുള്ളതല്ലേ. എടാ ഷിൻചാൻ, എണീക്കണം. നിനക്ക് സ്കൂളിലാണ്. എണീറ്റ് പോവാൻ നോക്ക്. വേഗം റെഡിയാവും. ഞാൻ കൊണ്ട് ആക്കാൻ തന്നെ പെട്ടെന്നോട്ടെ. അങ്ങനെ ഷിൻചാൻ റെഡിയായി. ഞാനെ കൊണ്ട് വേഗം സ്കൂളിലാക്കിട്ട് വരാം നമുക്ക്. വെയിറ്റ്. ഇതെന്താണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എന്തോ പറ്റിട്ടുണ്ടല്ലോ. ഓന്നോ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ വണ്ടി എടുത്തപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് എവിടെ നിന്നാണ് ഇപ്പൊ പുതിയ രാവിലെ ഇടിച്ചു കിടക്കാൻ വണ്ടി? ഇനി ഏതെങ്കിലും അവന്മാരെ അറിയാതെ വന്ന് കൊണ്ടൊന്ന് ഇടിപ്പിച്ചിട്ട് പോയി കളഞ്ഞതാണ് എന്നൊരു ഡൗട്ട്. ചേട്ടാ, ഇനി ഇപ്പൊ ഇതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കണ്. ഏതവനാണോ എന്തോ കൊണ്ടൊന്ന് ഇടിപ്പിച്ചിട്ടൊന്നും പറയാണ്ട് പോലും പോയേക്കണ്. എന്റെ കയ്യിൽ അവിടെ കിട്ടേണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ. ഇവരെ കൊണ്ടൊക്കെ സ്കൂളിലാക്കിട്ട് വണ്ടി ശരിയാക്കിട്ട് നമുക്ക് വരാം. 2 സൈഡ് തന്നെ അടിച്ചേക്കണത്. എന്തായാലും നല്ല പണി വരും എന്നറിയാം. ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് പോയി ചെന്ന് ചോദിച്ചു നോക്കി
എത്ര രൂപയുടെ വേച്ച്? ഇത് എന്താണ് സംഭവം? ഓ, ഇതാണല്ലോ നമ്മുടെ ഡോക്ടറിന്റെ വീട്. ഓ, പുള്ളിനെ കാണാനല്ലെന്നല്ലേ പറഞ്ഞത്? എന്തായാലും പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, എത്രയും വേഗം തന്നെ പ്രതികളെ കണ്ടുപിടിക്കും. ഓക്കെ മാഡം, അപ്പൊ നിങ്ങൾ പറയുന്നത് രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ അവസാനമായി ഡോക്ടറിനെ കണ്ടത് അല്ലേ മാഡം? മിസ്റ്റർ ഓഫീസർ, ഞാൻ ഇന്നലെ പുള്ളിയോട് പറഞ്ഞതാണ് സ്വന്തം കാറിന് പോയാ പോരെന്ന്. അപ്പൊ പുള്ളിക്ക് പെട്രോൾ അടിക്കാൻ മടിയായതുകൊണ്ട് പുള്ളി ടാക്സി വിളിച്ച് പൊക്കോളാന്ന് പറഞ്ഞു. ഓ ഐ സി, അങ്ങനെയായിരുന്നല്ലേ കാര്യങ്ങള്. കുഴപ്പമില്ല മാഡം, നമുക്ക് എന്തായാലും പുള്ളിനെ കണ്ടുപിടിക്കാം. സാർ, ഇവിടെ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല സാർ. കുഴപ്പമില്ല മിസ്റ്റർ ഓഫീസർ, കിട്ടാനുള്ള തെളിവുകൾ നമുക്ക് എന്തായാലും കുറച്ചൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് കൂട്ടിയും കുറച്ച് നോക്കി പുള്ളിനെ കണ്ടെത്താം. അപ്പൊ മാഡം ബൈ, കമോൺ ഓഫീസേഴ്സ്, ലെറ്റ്സ് ഗോ. Later that same evening. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി പണിയും കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഏതവനായിരിക്കും നമ്മുടെ വണ്ടി കിട്ടുകൊണ്ട് ഇടിപ്പിച്ചത്? ഇപ്പൊ ഫ്രണ്ട് എല്ലാം പുത്തം പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും അതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ തലക്ക് പ്രാന്താവും. പ്രാന്ത് മാത്രമല്ല, കയ്യിലിനി കാശുമില്ല. വണ്ടി ഇനി ഇത്തിരി അങ്ങോട്ട് മാറ്റിയിടാം. എപ്പോഴത്തേം പോലെ ഇടണ്ട, കുറച്ച് ഒതുക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നതാണ്. കണ്ട, ഇപ്പൊ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് സൈഡ് ഫുള്ള് പെയിന്റ് ചെയ്തു. ഈശ്വരാ, ഇനി ഒരു അബദ്ധം വരത്തല്ലേ. ഇനി വണ്ടി പണി എന്റെ കാശുമില്ലേ. പോയിട്ട് ഇത്ര കിടക്കട്ടെ, തലവേനെടുത്തിട്ട് പോയി. ഇന്നത്തെ ഫുള്ള് ദിവസം എന്റെ പൊന്നോ. 12 o'clock midnight. രാത്രിയായി, എനിക്ക് ഇറങ്ങാനായിട്ടുള്ള സമയമായി. ഞാൻ എന്റെ വേട്ടയ്ക്ക് പോവട്ടെ. എന്നും ഒരുത്തരെ കണ്ടുപിടിക്കണം എനിക്ക്. മനുഷ്യനെ കിടത്തി ഉറക്കില്ല. ഇത് വണ്ടി പിന്നെയും പിന്നെ അടിപ്പിക്കണ. ഇത് ഏതാണ്? ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ ഓർത്ത് എന്നെ സമ്മതിക്കില്ല. ചെന്ന് നോക്കട്ടെ, പ്രാന്തം വല്ലതുമാണ് ഇനി ഇത്. പയ്യൻസ്, നിനക്ക് എന്താണ് ഈശി പൂശി? ഇത് എന്റെ ട്രക്കിന്റെ പുറകെ നല്ല പാടുണ്ട്. കുറച്ച് കാശ് മേടിച്ചെടുക്കാം. പയ്യൻസ്, നീ എന്താണ് കാണിക്കണത്? പയ്യനൊന്നും ഇല്ലല്ലോ. അയ്യോ, കാറിനകത്ത് ആരുമില്ല. കാറിനകത്ത് പ്രേതം എന്നെ കൊന്നോണ്ടിരിക്കണത്. എന്നെ കൊന്നുകളഞ്ഞ് പ്രേതം കൂടിയ കാറ്. എന്റെ ജോലിയെല്ലാം പോയി, ഞാൻ ചത്ത്. എന്റെ ആഗ്രഹം പിന്നെയും സഫലമായിക്കൊണ്ടിരിക്കുന്നു. ഈ കാറിൽ കയറിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതിലൂടെ എനിക്ക് സാധിക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഓമനപ്പുഴക്കടപ്പുറത്തിൻ്റെ ഓമനെ. വണ്ടി ആരും ഇവിടെ ഇട്ടത് അതിലാവട്ടെ. എൻ്റെ ഓമനെ, എൻ്റെ നല്ല മുഖം മാടിയതിൻ്റെ എങ്ങനെ? ഓമനെ അല്ലാതെ കാറ് പിന്നെ ഇടിച്ചല്ല. ഓന്നോ, ഇത് സംഭവിക്കാനേ പാടില്ലാത്ത കാര്യമാണ്. ഇത് ആരോ മനഃപൂർവ്വം നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചെയ്യണത്. നമ്മളോട് ശത്രുതയുള്ള ഏതോ ഒരാള് രാത്രി വന്ന് നമ്മുടെ കാറിൽ ഇടിപ്പിച്ച് പൊട്ടിച്ചോണ്ടിരിക്കണേ. ഷിഞ്ചാന, നീ നോക്കിയത് വന്നിട്ട് നമ്മുടെ വണ്ടിക്കിട്ട് ഇന്നലെ കൊണ്ടൊന്ന് ഒരുത്തനെ ഇടിപ്പിച്ച്. ഇതാ ഇന്നലെ ശരിയാക്കി കൊണ്ടുവന്ന് ഇട്ട വണ്ടിക്ക് ഇന്ന് രാവിലെ കൊണ്ട് ഇടിപ്പിച്ചേക്കണ്. ഇന്നലെ അപ്പുറത്തെ സൈഡാണെങ്കിൽ ഇന്ന് ഇപ്പുറത്തെ സൈഡ്. നമ്മളോട് ആർക്കോ വലിയ ദേഷ്യമുണ്ടെന്ന് തോന്നണ ഷിഞ്ചാനെ. അവരാരോ നമ്മൾക്കിട്ട് മനഃപൂർവ്വം പണി തരാൻ വേണ്ടിട്ട് നമ്മുടെ വണ്ടി ഡെയിലി രാവിലെ ഇടിച്ച് പൊളിച്ചു വെച്ചേക്കോടെ ഇവിടെ വന്നിട്ട്. ഇതിന് ഞാൻ വിട്ടുകൊടുക്കൂലോ ഷിഞ്ചാനെ. ഇതിന് ഞാൻ ഒരു പണി അവരോട്ട് കൊടുക്കും. അത് തന്നെയാണ് ഷിഞ്ചാനെ ഞാൻ വിചാരിക്കണം. നീ വന്ന് വണ്ടി കയറിക്കേ, നമുക്ക് എത്ര വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഷിഞ്ചാനെ. ഒരു പരിധിയില്ലേ ഒരാളുടെ വണ്ടി ഇടിച്ച് നശിപ്പിക്കണേ. ഇനി അവനൊരു പണി കൊടുക്കണതിന് മുന്നായിട്ട് എല്ലാരും നമ്മുടെ ചാനൽ സബ് ചെയ്ത് മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് അവൻ്റെ ഒരു കിടിലം പണി കൊടുക്കാം. വെയിറ്റ്, ഇത് അടുത്തത് എന്താ സംഭവം റോഡില്? എടാ ഷിഞ്ചാനെ, ഇവിടെ എന്തോ ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നണടാ. അതേ ബ്ലഡ് ഒക്കെ കിടപ്പുണ്ട്. ഞാൻ വണ്ടി കയറ്റിട്ടെ, പോലീസുകാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏതായാലും ഇവരുടെ അടുത്ത് പറയാവാ. മിസ്റ്റർ ഓഫീസർ, ഇതിപ്പോ രണ്ടാമത്തെ ആളാണ് നമ്മുടെ ലോസ് ആൻഡോസിൽ നിന്ന് മിസ്സിംഗ് ആവുന്നത്. ഇതാ ഒരു ട്രക്ക് ഡ്രൈവർ, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആൻഡ് ഐ കൺഫേം ദിസ് ഈസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. അവിടെ വലിയധികം ഓഫീസേഴ്സ് ഉണ്ടായിരുന്നാ മതിയായിരുന്നു. എന്റെ വിഷയം ചെന്ന് പറയാൻ പറ്റിയ സമയമാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അറിയില്ല. എന്നാലും ചെന്നൊന്ന് മുട്ടി നോക്കാം. എക്സ്ക്യൂസ് മീ സർ. ആരാണത്?
സോറി ഓഫീസർ, തിരക്കിലാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വേറൊന്നുമല്ല ഓഫീസർ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്നു. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കിടക്കണ എന്റെ സ്വന്തം വണ്ടി ആരോ രാത്രി വന്ന് ഇടിപ്പിച്ച് ഫ്രണ്ട് മൊത്തം പൊളിച്ചിടുവാണ് സാർ. സ്റ്റേഷനിൽ പോയി പറയണം. എന്റെ അടുത്ത് സാർ അത് പിന്നെ സാർ ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് ഇവിടെ ആൾക്കാർ കൂടി നിൽക്കണുണ്ട്. അപ്പൊ ഞാൻ നിർത്തി പറഞ്ഞുള്ളൂ സാർ. സാർ എന്റെ കൂടെ ഒന്ന് വരണം. ഓക്കെ, ഞാൻ വരാം. തന്റെ വണ്ടി എവിടെയാ? ഓ താങ്ക് യു സാർ, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം സാർ. ഓ, ഇതാണല്ലേ തന്റെ വണ്ടിക്ക് പറ്റിയ തട്ടല്. ഇത് വലിയ തട്ടലാണല്ലോ ഇത്. ബമ്പറൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. താനൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ചെന്നിട്ട് ദിവാകരൻ സാറ് പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞാൽ മതി. അവരപ്പ തന്നെ കേസ് എടുത്തോളും. നമുക്ക് അവരെ പിടിക്കാം. ധൈര്യമായിട്ടിരിക്കും. ഓ രക്ഷപ്പെട്ടു. അങ്ങനെ പോലീസ് കേസ് എടുക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വേഗം പോയിട്ട് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ല. താങ്ക് യു വേണ്ട, ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ. വെയിറ്റ്, ഇതെന്താണ് ഈ പാട്? ഞാൻ ഇതിന് മുന്നേ എവിടെയോ കടലുണ്ടല്ലോ. സംതിങ് ഈസ് ഫിഷി. വന്നവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട് ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കും. എവിടെയാണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. കിട്ടി. ഒരു മിനിറ്റ്. നോ, ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ എവിഡൻസ്. ഈ ടയർ മാർക്ക് തന്നെയാണ് ആ ടയർ മാർക്കും. ദാറ്റ് മീൻസ് ഈ കാറും ആ കാറും സെയിം ആണ്. അപ്പോ കൺഫേം ആയി, ആ വന്നവൻ തന്നെ കില്ലർ. അവനാണ് ഇന്നലെ ട്രക്ക് ഡ്രൈവറിനെ കൊന്ന് എങ്ങോട്ടോ കടത്തി കളഞ്ഞത്. അത് തന്നെ, സെയിം. അവൻ ആക്സിഡന്റ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് എന്നെ പൊട്ടനാക്കാൻ നോക്കിയതാണ്. ഓഫീസേഴ്സ് എല്ലാം നിർത്തിക്കോളൂ, നമുക്ക് കൾപ്രിറ്റിനെ കിട്ടി. ഫ്രാങ്ക്ലിന് നീ ഉള്ളത് കൊണ്ടാടാ ഈ ബെന്നിച്ചേട്ടൻ ജീവിച്ച് പോണത് തന്നെ. നീ ഇങ്ങനെ ഡെയിലി വണ്ടി തട്ടി മുട്ടി കൊണ്ടുവരുമ്പോഴേക്കും ആടാ എനിക്കൊരു കഞ്ഞി മേടിച്ച് കുടിക്കാൻ പറ്റണതിന്റെ കൂട്ട. എന്റെ പൊന്നേട്ടാ, നിങ്ങൾക്ക് ഇതൊക്കെ തമാശ. എന്റെ വണ്ടി ഡെയിലി ഇടിച്ചോണ്ടിരിക്കണാണ്. എന്റെ അവസ്ഥ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട പൊന്നേട്ടാ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, റേറ്റ് ഒക്കെ കുറച്ചൊന്ന് ചെയ്ത് ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. വളരെ എന്താണ് ഓഫീസർ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ഒരു പ്രതി, അത് ഒരു കിഡ്നാപ്പും ഒരു കോൾഡ് ബ്ലഡഡ് മർഡറും ചെയ്ത പ്രതി നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ചീത്തപ്പേരാണ്. നിങ്ങളെല്ലാവരും രാജിവെച്ച് അങ്ങനെയാണെങ്കിൽ. അയ്യോ സാർ, നമുക്ക് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് വേണ്ടത്ര തെളിവുകളില്ല. പിന്നെ തെളിവുകൾ? എടോ, നിങ്ങൾ ആ പ്രതിനെ പോയി അറസ്റ്റ് ചെയ്തോണ്ട് വാ, എന്നിട്ട് നമുക്ക് തെളിവൊക്കെ ഉണ്ടാക്കാം. രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൻ തത്ത പറയുന്നത് പോലെ പറയുമല്ല. എങ്കിൽ സാറേ, അവൻ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ കൊണ്ടുവരാം. എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്, അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പെയിന്റ് ചെയ്ത് വണ്ടി നമുക്ക് കിട്ടി. നമ്മളേതായാലും പോലീസ് സ്റ്റേഷനിൽ പരാതിയെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഷിഞ്ചാനെ, അവനെ നമുക്ക് കൈയോടെ പിടിക്കണം. ഇന്ന് രാത്രി നമ്മൾ ഉറക്കൊളിച്ചിരുന്നിട്ട് അവനെ നമുക്ക് തൂക്കണം ഷിഞ്ചാനെ. ഡെയിലി വന്നിട്ട് വണ്ടി ഇടിപ്പിക്കണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ഇന്ന് അവൻ എന്തായാലും വരും. ഇന്ന് രാത്രി അവനെ ഞാൻ തൂക്കിയിരിക്കും. ഏതെങ്കിലും ഒക്കെ കണ്ട പോരട ഷിഞ്ചാനെ. ആരാണ് ഡോറിൽ വന്ന് മുട്ടണത്? ഏതവനാടാ വന്നേക്കണോ ഷിഞ്ചാനെ? നീ എന്റെ പുറകെ ധൈര്യത്തിന് വേണമെങ്കിൽ വന്നോട്ടാ, നോക്കട്ടെ. ഓ മൈ ഗാഡ്, കോപ്സ്. മിസ്റ്റർ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് സമാധാനമായിട്ട് നീ ഇരിക്കാന്ന് പ്രതീക്ഷിച്ചോ? നടക്കില്ല. സോ യു ആർ അണ്ടർ അറസ്റ്റ്. മര്യാദക്ക് ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. എന്ത് കുറ്റകൃത്യം? എന്ത് കുറ്റകൃത്യം? ഞാനിന്ന് സാർ എന്നെ മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ ഞാനല്ലേ പരാതി തരാൻ വേണ്ടി വന്നിട്ട് സാറിനോട് സംസാരിച്ചത്. നീ ഒരു സ്മാർട്ട് കള്ളനാണ്, പക്ഷെ ഓവർ സ്മാർട്ട് കള്ളനാവരുത്. വെടിവെച്ച് ഞങ്ങളെ താഴെയിടും. നിന്റെ അഭ്യാസം ഞങ്ങളുടെ അടുത്ത് വേണ്ട. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഞാൻ പറയുവാണ്, ഇനിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഷോക്ക് അടിപ്പിച്ചോണ്ടു കാണണോ നിനക്കത്? എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. എനിക്കെതിരെ ഇവര് വേറെ ഏതോ കേസാണ് പറയണത്. തൽക്കാലം കീഴടങ്ങാം, അതാണ് ബുദ്ധി. ഓഫീസർ, അറസ്റ്റ്. സാറേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നെങ്കിൽ നിങ്ങളൊന്ന് പറ സാർ. പറഞ്ഞുതരാം. നീ ആദ്യം ചെയ്തേക്കുന്നത് കോൾഡ് ബ്ലഡഡ് മർഡർ, രണ്ടാമത് ചെയ്തേക്കുന്നത് കിഡ്നാപ്പിംഗ്. ആ ഡോക്ടറെ നീ എങ്ങോട്ടാണ് കിഡ്നാപ്പ് ചെയ്തേക്കുന്നത്? പറയണ സത്യം പറയണം. എന്തൊക്കെ കിഡ്നാപ്പും മർഡറോ? എന്റെ പൊന്ന് സാറേ, എനിക്കിത് രണ്ടിന്റെ സ്പെല്ലിംഗ് പോലും അറിയാൻ പാടില്ല. എന്നൊന്നും മനസ്സിലാക്ക്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ. എല്ലാ കുറ്റവാളികളും ഇത് തന്നെയാണ് പറയുന്നത്. നിന്നെ നാളെ കോടതിയിൽ ഹാജരാക്കും. അപ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ഓഫീസേഴ്സ് കം, ലെറ്റ്സ് ഗോ. അവന്റെ ഒരു വണ്ടി, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൻ ഈ വണ്ടിയാണ് സാർ ഉപയോഗിച്ചിരുന്നത്. ഈ വണ്ടി ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ നമ്മുടെ സാർ ഇത് പൂട്ടിക്കോളും. നമുക്ക് ധൈര്യമായിട്ട് വിട്ടിട്ട് പോവാ സാറേ. സാറേ, വണ്ടി തൂക്കി താഴത്തേക്ക് ഇറക്കിക്കോ സാറേ. ഓക്കെ സാറേ, വണ്ടി കയറ്റിട്ടോ. അല്ല പിന്നെ പോലീസുകാരുടെ അടുത്ത് അവന്റെ കളി നമ്മൾ പഠിപ്പിച്ചെടുക്കും. 12 o'clock midnight. അങ്ങനെ നാട്ടുകാർക്ക് ശല്യമായിരുന്ന കാറ് കൊണ്ടൊന്ന് പിടിക്കുകയും ചെയ്ത് ആ പ്രതിനെ പിടിച്ച് സമാധാനമായി. ഇനി ആരും മിസ്സിംഗ് ആവൂല എന്നുള്ള കാര്യം. ഇതെന്താണ് വണ്ടി ലൈറ്റ് ഓൺ ആയിക്കണം? അതെന്റെ നേരെ എന്നെ കൊന്നു. ഞാൻ പോലീസാണ്, എന്നെ കൊല്ലരുത്.
എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നത്? അതേ മാർക്കോട് കൂടിയ ടയറുകൾ ദാ ഇപ്പൊ കൊല്ലപ്പെട്ടേക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു താ. ഇത് വല്ലാത്ത കഷ്ടമായിരിക്കുകയാണ്. ഒരുത്തനെ പിടിച്ചകത്തിട്ടിട്ടും ഇതേ പാറ്റേണിൽ ഇതേ സംഭവങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ വായിൽ പഴവും തിരികെ എന്ത് ചെയ്യുമായിരുന്നു രാത്രി ഫുള്ള് പറയൂ. സാർ അത് പിന്നെ പീതാംബരൻ സാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോണ സമയമായിരുന്നു സാർ, അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല സാർ. എല്ലാവരുടെ പണി പോകുമ്പോ സമാധാനമായിക്കോളും. ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആ അകത്ത് കിടക്കുന്ന ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ പയ്യനല്ല ഇതൊന്നും ചെയ്യുന്നത്. അവൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായെങ്കിൽ അവൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവനകത്തല്ലേ. ഇതാ അവന്റെ വണ്ടിയിലും ഇതേപോലെ മാർക്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരാളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് എത്രയും വേഗം അയാളെ റിലീസ് ചെയ്യണം. പെട്ടെന്നാവട്ടെ, സമയം കളയാണ്ട് വേഗം ചെയ്യൂ. ബാക്കി നടപടികളിലേക്ക് നമുക്ക് കടക്കാം. ഓ നോ, ഇത്രയും കുഴഞ്ഞ കേസ് എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ചേടാ പാവം ഫ്രാങ്ക്ലിൻ കിടന്നുറങ്ങുവാണോ? ഫ്രാങ്ക്ലിനെ മോനെ എണീറ്റോടാ. ദേ നിന്നെ ജയിലിലൊന്നും കിടത്തല്ലടാ, നിന്നെ കോടതിയിലേക്കൊന്നും കൊണ്ടുള്ള ചാടി അടിക്കും. മോന് വീട്ടിൽ പോകാം. എന്ത് സാറേ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. നല്ല ഇടിയിടിച്ചാൽ എനിക്ക് കിട്ടുന്നില്ല. എന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അത് മോനെ ഫ്രാങ്ക്ലിൻ, ചെറിയൊരു ദാരുണ നിമിഷത്തിൽ നിന്നെ ഞങ്ങൾ കുറച്ച് സംശയിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ വീട്ടിൽ പോകാം. മോന്റെ കാറ് പുറത്തുണ്ട്, മോന്റെ ഡ്രസ് എല്ലാം കാറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി കുട്ടാ. പിന്നെ ഒരു കാര്യം കൂടി മോനെ, ബാബനോടൊന്നും തോന്നല്ലേ, ബാബന്റെ ഡ്യൂട്ടി ആയി പോയത് അതുകൊണ്ടാണേ. അതൊന്നും കുഴപ്പമില്ല സാറേ, ഞാൻ പോവാണെന്നാ. ശരി കള്ളന്മാരി മനസ്സിലായാക്ക് ഞാൻ എവിടെയെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. അതുകൊണ്ട് സുഖിപ്പിക്കാൻ നോക്കണുണ്ട്. കള്ളക്കേസ് കാണിച്ച് അകത്തിട്ടിട്ട് ഇവിടെ നിക്കണല്ലേ, ഈ ഗ്യാപ്പിൽ വിട്ടുകളയാ. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ആൾക്കാർ ആരും ശരിയല്ല. എന്റെ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഞാൻ ഈ സ്റ്റേഷന്റെ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങി പോകും തമ്പുരാനെ? എന്നെ കൊണ്ടുപോകാൻ ഷിഞ്ചാനൊന്നും വന്നില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെ വിട്ട കാര്യമൊന്നും പിള്ളേർ ഇറങ്ങിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. നമുക്ക് നേരെ വേഗം വീട്ടിലേക്ക് എത്താം. Later. നീ ഒന്ന് പൊയ്ക്കണ്ട ഷിഞ്ചാനെ. ജയിലിൽ എക്സ്പീരിയൻസ് ചെയ്യിക്കണ്. മനുഷ്യനവന്മാർ ഇടിച്ച് പിഴിഞ്ഞെടുത്ത്. പക്ഷെ ഞാൻ ഈ ജയിലിൽ കിടക്കാനായിട്ടുള്ള കാരണക്കാരൻ നമ്മുടെ കാർ കട്ടണ്ട് പോണവനാണ്. അവനാണ് ഇതെല്ലാം ചെയ്യണത്. അവൻ എന്തൊക്കെയോ കൊലപാതകങ്ങളൊക്കെ ചെയ്യണ്ടാ. പക്ഷെ എങ്കിൽ ഇന്ന് രാത്രി അവന്റെ അന്ത്യോടാ. ഇന്ന് അവനെ നമ്മൾ തൂക്കിയിരിക്കണോ ഷിഞ്ചാനെ? 12 o'clock midnight. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വീട്ടു പൊക്കത്ത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോണവനെ നമുക്ക് വാച്ച് ചെയ്യാം. എടാ ഷിഞ്ചാനെ, കണ്ണുകൾ രണ്ടും അടക്കാണ്ട് ഫോക്കസ് ചെയ്ത് വെച്ചോ. അവൻ വണ്ടിയാണെങ്കിൽ നീ എനിക്ക് അപ്പ സിഗ്നൽ വേണം. എന്റെ രണ്ട് കണ്ണുകളും ഇന്ന് അവന് വേണ്ടിയിട്ടാണ്. അവനെ പിടിക്കും ഫ്രാങ്ക്ലിൻ ബൈ. വണ്ടിയുടെ ലൈറ്റ് ഓണായി ഫ്രാങ്ക്ലിൻ ബൈ. എടാ ഷിഞ്ചാനെ, ഞാനും കണ്ട്. പക്ഷെ വണ്ടിയുടെ അടുത്തേക്ക് ആരും പോയെന്നില്ലല്ലോടാ. പിന്നെ എങ്ങനെ വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്ത്? ഫ്രാങ്ക്ലിൻ ബൈ, ഇതെന്തോ ദുരൂഹതയുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. എടാ ആളില്ലാത്ത വണ്ടി ഫ്രണ്ടിലേക്ക് പോണ ഷിഞ്ചാനെ, നീ ഇറങ്ങിക്കേ. ഇത് താഴെ പോയി നോക്ക് എന്താ സംഭവം. ഒന്നോ, നമ്മുടെ വണ്ടി എന്തോ പ്രശ്നമുണ്ട്. ആ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടേക്കണ. എടാ നമ്മുടെ വണ്ടി റെഡ് ലൈറ്റ് ഒക്കെ ആര് പിടിപ്പിച്ച ഷിഞ്ചാനെ? നമ്മുടെ വണ്ടി വെള്ള ലൈറ്റ് ആയിരുന്നില്ലേ? വണ്ടിക്കകത്ത് ആരും ഇല്ലാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതേ വണ്ടി നമ്മളെ പുറകെ വണ്ടി ഇതേ എന്നെ കൊല്ലാൻ വേണ്ടി ഓടിക്കോട ഷിഞ്ചാനെ. ഓടി വീട്ടിൽ കയറി. ഇത് വണ്ടിക്കകത്ത് വേറെന്തോ പ്രേതബാധ കൂടിയാണോ ഷിഞ്ചാനെ? എടാ അവിടെ തന്നെ നിക്കല്ലേ. ഇത് ആ വണ്ടി നമ്മളെ പുറകെ തന്നെ വണ്ടി ഇതേ പോയി ഇടിച്ച്. എന്റെ പൊന്നെ, എടാ വന്നട ഷിഞ്ചാനെ, വന്നകത്ത് കയറി വാ. ഓ മൈ ഗോഡ്, നമ്മുടെ വണ്ടിക്കകത്ത് എന്തോ പ്രശ്നം. ആ വണ്ടിയുടെ ലൈറ്റ് വരുന്നുണ്ട്. ഷിഞ്ചാൻ അത് തിന്നാൻ തോന്നുന്നു. ഓ നോ ഷിഞ്ചാനെ, വേണമെങ്കിൽ ജീവൻ വേണമെങ്കിൽ ഓടി കയറത്തോട്ട് പൊട്ട. നീ അവിടെ നിക്കല്ലേ. ഇത് അത് നമ്മളെ ഫോളോ ചെയ്തോണ്ടേയിരിക്കണം. ഓ നോ, അപ്പൊ ഉറപ്പിച്ചു ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് ഈ വണ്ടി തന്നെ പോയിട്ടാ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പോലീസുകാർ നമ്മളെ സംശയിച്ചത്. ഷിഞ്ചാനെ, നീ അകത്തേക്ക് ഞാനൊന്ന് നോക്കട്ടെ. ഓ നോ, ഈ കാറിനകത്ത് ആരുമില്ല. നീ കേറി റിവേഴ്സ് എടുക്കണേ. ഓടി വാട ഷിഞ്ചാനെ, നിന്റെ അടുത്ത് പുറത്തിറങ്ങല്ലേന്ന് പറഞ്ഞല്ലേ. വാ കേറി. നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി വെളുപ്പിക്കണോടാ ഷിഞ്ചാനെ. ഇന്നിപ്പോ ഈ രാത്രി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ആ കാറിന് മേത്തുള്ള സാധനങ്ങൾ എന്താണെങ്കിലും അത് വർക്ക് ചെയ്യണത് മുഴുവൻ രാത്രിയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഓ നോ, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടെന്ന്. പയ്യെ ഡോർ തുറന്ന് നോക്കാം. ഓ നോ, അത് അവിടെ തന്നെ ഇപ്പോഴും. അകത്തോട്ട് കയറണം ഷിഞ്ചാനെ. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു കേരളത്തോട്ട്? അതിനെ തിന്നാണ്. ഒരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂടാ. പക്ഷെ നാളെ രാവിലെ വേണ്ട ഒന്നും നടക്കൂല. നമുക്ക് ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും കഴിച്ച് കൂട്ടിയേ പറ്റുള്ളൂ ഷിഞ്ചാനെ. The next morning. ഫ്രാങ്ക്ലിൻ ബൈ, നമ്മൾ എങ്ങോട്ടാണ് ഫ്രാങ്ക്ലിൻ ബൈ പോണത്?
നീ ഒന്നും മിണ്ടാതെ എന്റെ കൂടെ തന്നെ നിന്ന് എന്നാണ് ഷിൻചാനെ. നമ്മളിപ്പോ കാണാൻ പോണ ആൾ ആരാന്നറിയോ? ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ്. പുള്ളിക്കാരിക്ക് നമ്മൾ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഷിൻചാനെ. നീ വാ, രക്ഷിക്കണം മദറെ, രക്ഷിക്കണം. ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പറയൂ മകനെ, എന്ത് പ്രശ്നത്തിലാണ് നീ അകപ്പെട്ടിരിക്കുന്നത്? എല്ലാം നമുക്ക് ശരിയാക്കാം. മദറെ, അതായത് എന്റെ സ്വന്തം കാറിൽ പ്രേതബാധ കൂടി മദറെ. ആ കാറ് എല്ലാരും കൊന്നോണ്ടിരിക്കണേണ്. ഇന്നലെ അത് എന്നെയും കൊല്ലാൻ ശ്രമിച്ചു മദറെ. എന്റെ കൂടെ ഒന്ന് വരണം, എന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിച്ചു തന്നെ എന്റെ മദറെ, പ്ലീസ്. ഉറപ്പായിട്ടും ഞാൻ നിന്റെ കൂടെ വരും എന്റെ മകനെ. അതിനെ നമ്മൾ ഒഴിപ്പിച്ച് കളയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വരുവോ ഷിൻചാനോടെ മദർ വരാന്ന് പറയണ. നമ്മൾ രക്ഷപ്പെട്ട ഷിൻചാനെ. എന്നാ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയല്ല, പെട്ടെന്ന് പോകാവോ. എത്രയും വേഗം പോയിട്ട് ആ സാധനത്തിൽ നമുക്ക് തളക്കണം. ഇതാ നോക്ക് മദറെ, ഇതാണ് എന്റെ കാറ്. എന്ത് തങ്കപ്പെട്ട കാറായിരുന്നറിയോ? പക്ഷെ ഇപ്പൊ ഈ കാറ് ആരെ കണ്ടാലും ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കണേ. എന്തോ പ്രേതബാധത്തിൽ കൂടിക്കണ്ടു മദറെ. ഒന്ന് നോക്ക് മദറെ, പ്ലീസ്. മകനെ, നീ ഭയക്കാണ്ടിരിക്കൂ. ഞാൻ അതിനല്ലേ വന്നിട്ടുള്ളത്. ഞാനൊന്ന് നോക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ. എന്നെ കാണിച്ചു തരൂ. എന്താണെന്ന് കാണിച്ചു തരൂ. ഓ മൈ ഗോഡ്, എനിക്ക് മനസ്സിലായി. ഇതിന്റെ പുറകിൽ ഒരു വലിയ ശക്തിയുണ്ട്. മകനെ, ഇത് നിനക്ക് വളരെ അപകടം പിടിച്ചൊരു വണ്ടിയാണിത്. ഇതിനകത്ത് ഒരു പ്രേതബാധയാണ് കൂടിയിട്ടുള്ളത്. അതിനെ നമുക്ക് പുറത്തേക്ക് ഇറക്കണം. പക്ഷെ അതിന് സമയം രാത്രി ആയാലേ പറ്റുള്ളൂ. രാത്രി ആയി കഴിയുമ്പോൾ ഞാനൊരു പ്രത്യേക രീതിയിൽ അതിനെ ആവാഹിച്ച് പുറത്തേക്ക് എടുക്കും. നീ ധൈര്യമായിട്ടിരിക്കും മകനെ. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കണത്? അപ്പൊ എന്തായാലും ആ സാധനത്തിനെ നമ്മുടെ വണ്ടിക്കകത്ത് ആവാഹിച്ച് പുറത്തെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എത്ര രാത്രി ആയാലും ഞാൻ നിൽക്കാം അതിന്റെ കൂടെ. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനൊന്നും എന്റെ അടുത്ത് ഒഴിച്ചു താ. ഉറപ്പായിട്ടും മകനെ. പ്രൈസ് ദി ലോർഡ്. 12 o'clock midnight. മകനെ, നമ്മളിതാ ബാധ ഒഴിപ്പിക്കലിലേക്ക് കടക്കാൻ വേണ്ടി പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പാനീയം, ഇത് ഞാൻ ഈ വണ്ടിയിൽ തളിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഈ വണ്ടിക്കകത്തടങ്ങിയിരിക്കുന്ന പിശാച് പുറത്തേക്ക് വരാനായിട്ട് വെമ്പിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ മുഴുവൻ ഒഴിക്കട്ടെ. നിങ്ങൾ ആരും എന്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാലോ എന്ത് കണ്ടു കഴിഞ്ഞാലോ ഭയക്കരുത്. കാരണം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇൻ ദി നെയിം ഓഫ് ഗോഡ്. ഈ വണ്ടിയിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് പുറത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ. ഈ വണ്ടി വിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകൂ, പോകൂ. ഇനി അടുത്തതായി എന്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ മെഴുകുതിരി വെച്ചിട്ട് ഞാൻ ഇതിൽ ഒരു സാധനം കൂടി കാണിക്കും. ആ സമയത്ത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മാവ് ഈ വണ്ടിയിൽ നിന്ന് പൊങ്ങി വരും. ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ഇൻ ദി നെയിം ഓഫ് ഓൾമൈറ്റി. ഈ വാഹനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രേതബാധ പുറത്തു വരട്ടെ, പുറത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഇതാ ഈ സാത്താൻ ഈ വണ്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നെ ആരാണ് ആവാഹിക്കാൻ നോക്കുന്നത്? എനിക്ക് പോവണ്ട ഈ വണ്ടിയിൽ നിന്ന്. എടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ബോയ്, ഓടിയാലോ? ആരും ഭയപ്പെടണ്ട. ഞാൻ നിന്നോട് പറയുന്നു, ഇൻ ദി നെയിം ഓഫ് ഗോഡ്. ഇപ്പോൾ ഈ ഭൂമി വിട്ടു പോയില്ലെങ്കിൽ നിന്നെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞാൻ. വേഗം പോടാ ഇവിടുന്ന്. ഇല്ല, ഞാൻ പോകില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. എന്നെ തളക്കരുത്. അപ്പോ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോ നിന്നെ ഞാനിതാ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി പോകുവാണ് പിശാചേ. അരുത്, എന്നെ ചാമ്പലാക്കരുത്. ഞാൻ പോയിക്കോളാം. ഈ ഭൂമി വിട്ട് ഞാൻ പോയിക്കോളാം. മകനെ, നിന്റെ വണ്ടിയിലുള്ള ബാധ മൊത്തമായിട്ട് ഞാൻ ഒഴിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു മകനെ. നിനക്ക് സന്തോഷമായില്ലേ മോനെ? മദറെ, സന്തോഷമായില്ലെന്നാ. എന്റെ വണ്ടി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഓർത്തത്. അതിൽ നിന്നല്ലേ മദർ ഈ വണ്ടിയിൽ നിന്ന് ബാധനയൊക്കെ എടുത്ത് പുറത്തെറിഞ്ഞ് കളഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നു മദറെ. ഇപ്പൊ നമ്മുടെ വണ്ടി എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി. അങ്ങനെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ ബാധയൊക്കെ ഒഴിപ്പിച്ച് മദർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് തീർന്നാണ്. അപ്പൊ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്.